ദൈവനാമത്തിന് മഹത്വം. സിയോന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാം യെഹെസ്കേൽ പ്രവചനത്തിൽ നിന്നും തിരഞ്ഞെടുത്ത 50-ൽ പരം ചോദ്യങ്ങളാണ്. നമുക്ക് വേണ്ടി ഈ ചോദ്യങ്ങളൊക്കെ തയ്യാറാക്കിയിരിക്കുന്നത് സിസ്റ്റർ ഷീബ ജസ്റ്റിൻ, തിരുവനന്തപുരം. ചോദ്യങ്ങളിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത്. ഏറ്റവും പുതിയ വീഡിയോകൾ നിങ്ങളുടെ പേജുകളിൽ എത്തുവാൻ താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക. ആദ്യത്തെ ചോദ്യം, തീക്കല്ലിനേക്കാൾ കടുപ്പമുള്ള വസ്തു എന്താണ്? ഉത്തരം വജ്രം. യെഹെസ്കേലിന്റെ പ്രവചനം 3-ാം അധ്യായം 9-ാം വാക്യം. അടുത്ത ചോദ്യം, തൂക്കപ്രകാരവും പേടിയോടെയും എന്താണ് തിന്നുന്നത്? ഉത്തരം അപ്പം. യെഹെസ്കേലിന്റെ പ്രവചനം 4-ാം അധ്യായം 17-ാം വാക്യം. അടുത്ത ചോദ്യം, നാശകരമായ ദുരസ്ത്രം എന്താണ്? ഉത്തരം ക്ഷാമം. യെഹെസ്കേലിന്റെ പ്രവചനം 5-ാം അധ്യായം 16-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, യഹോവ ആരുടെ ശവങ്ങളെയാണ് അവരുടെ വിഗ്രഹങ്ങളുടെ മുൻപിൽ ഇടുന്നത്? ഉത്തരം ഇസ്രയേൽ മക്കളുടെ. യെഹെസ്കേലിന്റെ പ്രവചനം 6-ാം അധ്യായം 5-ാം വാക്യം. അടുത്ത ചോദ്യം, ആരാണ് ശക്തി പ്രാപിക്കാത്തവൻ? ഉത്തരം അകൃത്യത്തിൽ ജീവിതം കഴിക്കുന്നവൻ. യെഹെസ്കേലിന്റെ പ്രവചനം 7-ാം അധ്യായം 13-ാം വാക്യം. അടുത്ത ചോദ്യം, ദേശം രക്തപാതകം കൊണ്ടും നഗരം സാഹസം കൊണ്ടും നിറഞ്ഞിരിക്കാൻ എന്താണ് ഉണ്ടാക്കേണ്ടത്? ഉത്തരം ചങ്ങല. യെഹെസ്കേലിന്റെ പ്രവചനം 7-ാം അധ്യായം 23-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, ദുഃഖിക്കുന്നത് ആരാണ്? സ്തംഭനം ധരിക്കുന്നത് ആരാണ്? ഉത്തരം രാജാവും പ്രഭുവും. യെഹെസ്കേലിന്റെ പ്രവചനം 7-ാം അധ്യായം 27-ാം വാക്യം. അടുത്ത ചോദ്യം, ചുവർ കുത്തി തുറന്നപ്പോൾ യെഹെസ്കേൽ എന്താണ് കണ്ടത്? ഉത്തരം വാതിൽ. യെഹെസ്കേലിന്റെ പ്രവചനം 8-ാം അധ്യായം 8-ാം വാക്യം. അടുത്ത ചോദ്യം, എത്ര പുരുഷന്മാരാണ് സൂര്യനെ നമസ്കരിച്ചത്? ഉത്തരം 25 പുരുഷന്മാർ. യെഹെസ്കേൽ 8-16. അടുത്ത ചോദ്യം, എവിടെയാണ് യഹോവയുടെ മഹത്വത്തിന്റെ ശോഭ കൊണ്ട് നിറഞ്ഞത്? ഉത്തരം പ്രാകാരം. യെഹെസ്കേൽ പ്രവചനം 10-ാം അധ്യായം 4-ാം വാക്യം. അടുത്ത ചോദ്യം, പ്രവചിച്ചുകൊണ്ടിരുന്നപ്പോൾ മരിച്ചത് ആരാണ്? ഉത്തരം പെലത്യാവ്. യെഹെസ്കേലിന്റെ പ്രവചനം 11-ാം അധ്യായം 13-ാം വാക്യം. അടുത്ത ചോദ്യം, നീണ്ടുപോകുന്നത് എന്താണ്? ഉത്തരം കാലം. യെഹെസ്കേലിന്റെ പ്രവചനം 12-ാം അധ്യായം 12-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, ആരാണ് ചുള്ളി മൂക്കിന് തൊടുവിക്കുന്നത്? ഉത്തരം യഹൂദാഗ്രഹം. യെഹെസ്കേലിന്റെ പ്രവചനം 8-ാം അധ്യായം 17-ാം വാക്യം. അടുത്ത ചോദ്യം, വടിപൂത്ത് എന്താണ് തളിർത്തിരിക്കുന്നത്? ഉത്തരം അഹങ്കാരം. യെഹെസ്കേലിന്റെ പ്രവചനം 7-ാം അധ്യായം 10-ാം വാക്യം. അടുത്ത ചോദ്യം, ശേഷിച്ചിരിക്കുന്നവനും രക്ഷപ്പെട്ടവനും എങ്ങനെ മരിക്കും? ഉത്തരം ക്ഷാമം കൊണ്ട്. യെഹെസ്കേലിന്റെ പ്രവചനം 6-ാം അധ്യായം 12-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, നിങ്ങളുടെ ബലിപീഠങ്ങൾ ഇടിച്ച് ശൂന്യമാകുകയും നിങ്ങളുടെ വിഗ്രഹങ്ങൾ തകർന്നു മുടിഞ്ഞു പോവുകയും നിങ്ങളുടെ സൂര്യസ്തംഭങ്ങളെ വെട്ടിക്കളയുകയും നിങ്ങളുടെ പണികൾ നശിച്ചു പോവുകയും ചെയ്യുവാൻ തക്കവണ്ണം നിങ്ങൾ പാർക്കുന്നിടത്തൊക്കെയും ശൂന്യമായി തീരുന്നത് എന്താണ്? ഉത്തരം പൂജാഗിരികൾ. യെഹെസ്കേൽ 6-6. അടുത്ത ചോദ്യം, ദുഷ്ടതയുടെ വടിയായിട്ട് വളർന്നത് എന്താണ്? ഉത്തരം സാഹസം. യെഹെസ്കേൽ 7-11. അടുത്ത ചോദ്യം, എന്താണ് മൂപ്പന്മാരുടെ പക്കൽ നിന്ന് പൊയ്പോകുന്നത്? ഉത്തരം ആലോചന. യെഹെസ്കേൽ 7-12.
26. അടുത്ത ചോദ്യം, അപ്പം ഉണ്ടാക്കുവാൻ ഉപയോഗിച്ച ധാന്യങ്ങൾ എന്തൊക്കെയാണ്? ഉത്തരം ഗോതമ്പും യവവും അമരയും ചെറുപയറും തിനയും ചോളവും. യഹസ്കേൽ 4:9. അടുത്ത ചോദ്യം, ആരാണ് ശൂന്യപ്രദേശത്തിലെ കുറുക്കന്മാരെ പോലെ ആയിരിക്കുന്നത്? ഉത്തരം ഇസ്രയേലിലെ പ്രവാചകന്മാർ. 13-ാം അധ്യായം 4-ാം വാക്യം. അടുത്ത ചോദ്യം, നീതിയാൽ സ്വന്തം ജീവനെ രക്ഷിക്കുന്ന 3 പുരുഷന്മാർ ആരൊക്കെ? ഉത്തരം നോഹ, ദാനിയേൽ, ഇയ്യോബ്. 14:14. അടുത്ത ചോദ്യം, അനർത്ഥകരമായ ന്യായവിധികൾ ഏതൊക്കെയാണ്? ഉത്തരം വാൾ, ക്ഷാമം, ദുഷ്ടമൃഗം, മഹാമാരി. 14:21. അടുത്ത ചോദ്യം, മുഴുവനായിരുന്നപ്പോൾ തന്നെ ഒരു പണിക്കും കൊള്ളാതിരുന്ന ചെടി ഏതാണ്? ഉത്തരം മുന്തിരിവള്ളി. 15-ാം അധ്യായം 2-5 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, എളിയവനെയും ദരിദ്രനെയും സഹായിക്കാത്തത് ആരാണ്? ഉത്തരം സോദോം. 16-ാം അധ്യായം 49-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, വലിയ ചിറകും വളരെ പപ്പുമുള്ള കഴുകൻ എന്തിനു വേണ്ടിയാണ് മുന്തിരിവള്ളിയെ തൻ്റെ തടത്തിൽ നിന്ന് വേരുകളെ അവങ്കലേക്ക് തിരിച്ച് കൊമ്പുകളെ അവങ്കലേക്ക് നീട്ടിയത്? ഉത്തരം നനയ്ക്കേണ്ടതിന്. 17-ാം അധ്യായം 7-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, ആരുടെ മരണത്തിലാണ് യഹോവയ്ക്ക് ഇഷ്ടമില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം മരിക്കുന്നവൻ്റെ. 18-ാം അധ്യായം 32-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, മുന്തിരിവള്ളിയുടെ ഫലം ഉണക്കിക്കളഞ്ഞ കാറ്റ് ഏതാണ്? ഉത്തരം കിഴക്കൻ കാറ്റ്. 19-ാം അധ്യായം 10-12 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, യഹോവയുടെ വിധികളെ ധിക്കരിച്ചവർ ആരാണ്? ഉത്തരം ഇസ്രയേൽ ഗ്രഹം. 20-ാം അധ്യായം 13-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, വാളിന് മൂർച്ച കൂട്ടിയിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഉത്തരം കുല നടത്തുവാൻ. 21-ാം അധ്യായം 9-10 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, യഹോവ അമ്മോന്യരുടെ മേൽ ഊതുന്നത് എന്താണ്? ഉത്തരം കോപാഗ്നി. 21-ാം അധ്യായം 28-31 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, തന്നാൽ കഴിയുന്നിടത്തോളം രക്തം ചൊരിയുന്നവർ ആരാണ്? ഉത്തരം ഇസ്രയേൽ പ്രഭുക്കന്മാർ. 22-ാം അധ്യായം 6-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, ആരാണ് വള്ളിയുടെ കിട്ടമായി തീർന്നിരിക്കുന്നവർ? ഉത്തരം ഇസ്രയേൽ ഗ്രഹം. 22-ാം അധ്യായം 18-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, അലറി ഇര കടിച്ചു കീറുന്ന മൃഗം ഏതാണ്? ഉത്തരം സിംഹം. 22-ാം അധ്യായം 25-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, യഹോവയുടെ വാൾ ഉറയിൽ നിന്നൂരി ആരെയെല്ലാമാണ് ഛേദിച്ചു കളയുന്നത്? ഉത്തരം നീതിമാനെയും ദുഷ്ടനെയും. 21-ാം അധ്യായം 3-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, നിങ്ങൾ ഓരോരുത്തരും താൻ താൻ്റെ കണ്ണിന് മുൻപിൽ
ഇരിക്കുന്ന എന്തിനെയാണ് എറിഞ്ഞു കളയേണ്ടത്? ഉത്തരം മ്ലേച്ഛ വിഗ്രഹങ്ങൾ. 20-ാം അധ്യായം 7-ാം വാക്യം. അടുത്ത ചോദ്യം, ഇസ്രയേൽ മൂപ്പന്മാരിൽ ചിലർ എന്താണ് തങ്ങളുടെ മുൻപിൽ വച്ചിരിക്കുന്നത്? ഉത്തരം തങ്ങളുടെ അകൃത്യഹേതു. 14-ാം അധ്യായം 3-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, മുന്തിരിവള്ളി ഫലപ്രദവും തഴച്ചതുമായിരുന്നത് എന്തുകൊണ്ടാണ്? ഉത്തരം വളരെ വെള്ളമുള്ളതുകൊണ്ട്. 19-ാം അധ്യായം 10-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, മുന്തിരിവള്ളിയിലെ കൊമ്പുകളിലെ ഒരു കോലിൽ നിന്ന് തീ പുറപ്പെട്ട് എന്തിനെയാണ് ദഹിപ്പിച്ചു കളഞ്ഞത്? ഉത്തരം അതിൻ്റെ ഫലത്തെ. 19-ാം അധ്യായം 14-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, യഹോവ യെരൂശലേമിനെ എന്തുകൊണ്ടുള്ള ചെരുപ്പാണ് ഇടുവിച്ചത്? ഉത്തരം തഹശ് തോൽ കൊണ്ടുള്ള. 16-ാം അധ്യായം 10-ാം വാക്യം. അടുത്ത ചോദ്യം, എന്തുകൊണ്ടാണ് കുട്ടകം നിറയ്ക്കേണ്ടത്? ഉത്തരം ഉത്തമമായ അസ്ഥിഖണ്ഡങ്ങൾ കൊണ്ട്. യെഹെസ്കേലിന്റെ പ്രവചനം 24-ാം അധ്യായം 4-ാം വാക്യം. അടുത്ത ചോദ്യം, യഹോവ ഫറവോന്റെ പിണം കൊണ്ട് നിറയ്ക്കുന്നത് എന്തിനെയാണ്? ഉത്തരം താഴ്വരകളെ. യെഹെസ്കേലിന്റെ പ്രവചനം 32-ാം അധ്യായം 5-ാം വാക്യം. അടുത്ത ചോദ്യം, യഹോവ ദേശത്തെ വിറ്റുകളയുന്നത് ആർക്കാണ്? ഉത്തരം ദുഷ്ടന്മാർക്ക്. യെഹെസ്കേലിന്റെ പ്രവചനം 30-ാം അധ്യായം 12-ാം വാക്യം. അടുത്ത ചോദ്യം, ദൈവഭാവം നടിച്ചത് ആരാണ്? ഉത്തരം സോർ പ്രഭു. യെഹെസ്കേലിന്റെ പ്രവചനം 28-ാം അധ്യായം 2-3 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, യഹോവ ഫിലിസ്ത്യരുടെ നേരെ കൈനീട്ടി നശിപ്പിച്ചു കളയുന്നത് ആരെയാണ്? ഉത്തരം കടൽക്കരയിൽ ശേഷിപ്പുള്ളവരെ. യെഹെസ്കേലിന്റെ പ്രവചനം 25-ാം അധ്യായം 16-ാം വാക്യം. അടുത്ത ചോദ്യം, ഒഹോലിബ എന്നത് ആരാണ്? ഉത്തരം യെരൂശലേം. യെഹെസ്കേലിന്റെ പ്രവചനം 23-ാം അധ്യായം 4-ാം വാക്യം. അടുത്ത ചോദ്യം, യേസോരിനെ ഉടച്ചു കളഞ്ഞ കാറ്റ് ഏതാണ്? ഉത്തരം കിഴക്കൻ കാറ്റ്. യെഹെസ്കേലിന്റെ പ്രവചനം 27-ാം അധ്യായം 2-26 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, യഹോവ മേഘം കൊണ്ട് മറയ്ക്കുന്നത് എന്തിനെയാണ്? ഉത്തരം സൂര്യനെ. യെഹെസ്കേൽ പ്രവചനം 32-ാം അധ്യായം 7-ാം വാക്യം. അടുത്ത ചോദ്യം, ആരാണ് യഹൂദ ഗ്രഹത്തോട് പ്രതികാരം ചെയ്ത് പകരം വീട്ടി ഏറ്റവും കുറ്റം ചെയ്തിരിക്കുന്നത്? ഉത്തരം ഏദോം. യെഹെസ്കേൽ പ്രവചനം 25-ാം അധ്യായം 12-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, ആർക്കാണ് പകൽ സമയത്ത് വൈരികൾ ഉണ്ടാകുന്നത്? ഉത്തരം നോഫിന്. യെഹെസ്കേൽ പ്രവചനം 30-ാം അധ്യായം 16-ാം വാക്യം. അടുത്ത ചോദ്യം, നീ മാതൃകാ മുദ്രയാകുന്നുവെന്ന് പറഞ്ഞിരിക്കുന്നത് ആരെയാണ്? ഉത്തരം സോർ രാജാവിനെ. യെഹെസ്കേൽ 28-12. അടുത്ത ചോദ്യം, ആരാണ് സോറിൻ്റെ മതിലുകളുടെ നേരെ യന്ത്രമുട്ടികളെ വെച്ച് കോടാലി കൊണ്ട് ഗോപുരങ്ങളെ തകർത്ത് കളയുന്നത്? ഉത്തരം നെബൂഖദ്നേസർ എന്ന ബാബേൽ രാജാവ്.
യഹസ്കേൽ 26:7-9 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, മിസ്രയീം ദേശത്ത് എത്ര സംവത്സരത്തേക്ക് നിവാസികൾ ഇല്ലാതെയിരിക്കും? ഉത്തരം 40 സംവത്സരം. യഹസ്കേൽ 29:10-11 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, മിസ്രയീമിന്റെ പ്രതാപത്തെ ശൂന്യമാക്കുന്നവർ ആരാണ്? ഉത്തരം വീരന്മാർ അല്ലെങ്കിൽ വീരന്മാരുടെ വാൾ. യഹസ്കേലിന്റെ പ്രവചനം 32-12 വാക്യം. അടുത്ത ചോദ്യം, യഹോവ ആട്ടിൻകൂട്ടങ്ങൾക്ക് താവളമാക്കുന്നത് എന്തിനെയാണ്? ഉത്തരം അമ്മോന്യരെ. യഹസ്കേൽ 25:5. അടുത്ത ചോദ്യം, യഹൂദാഗ്രഹം സകല ജാതികളെയും പോലെ അത്രയെന്ന് പറയുന്നത് ആരാണ്? ഉത്തരം മോബാബും സേയീറും. യഹസ്കേൽ പ്രവചനം 25-8 വാക്യം. അടുത്ത ചോദ്യം, ജാതികളുടെ വാതിൽ ആരാണ്? ഉത്തരം യെരൂശലേം. യഹസ്കേൽ 26:2. അടുത്ത ചോദ്യം, ആരാണ് ഞാൻ പൂർണ്ണ സുന്ദരിയാകുന്നു എന്ന് പറഞ്ഞത്? ഉത്തരം സോർ. യഹസ്കേൽ 27:3. അടുത്ത ചോദ്യം, നീതിമാൻ എന്തു ചെയ്യുന്ന നാളിലാണ് അവൻ്റെ നീതി അവനെ രക്ഷിക്കാത്തത്? ഉത്തരം അതിക്രമം. യഹസ്കേൽ 33:12. അടുത്ത ചോദ്യം, യഹോവ എവിടെ താമസിക്കുന്നവരെയാണ് മൃഗങ്ങൾക്ക് ഇരയായി കൊടുക്കുന്നത്? ഉത്തരം വിളിംപ്രദേശത്ത്. യഹസ്കേൽ 33:27. അടുത്ത ചോദ്യം, എന്താണ് ദുരാഗ്രഹത്തെ പിന്തുടരുന്നത്? ഉത്തരം ഹൃദയം. യഹസ്കേൽ 33:31. അടുത്ത ചോദ്യം, ആരാണ് ആടുകൾക്ക് ഇടയനായിരിക്കും എന്ന് യഹോവ അരുളി ചെയ്തത്? ഉത്തരം ദാവീദ്. 34:23. അടുത്ത ചോദ്യം, ഇസ്രയേൽ മക്കളുടെ അകൃത്യകാലം ഏതാണ്? ഉത്തരം അവരുടെ ആപത്ത് കാലം. 35-5 വാക്യം. അടുത്ത ചോദ്യം, യഹോവ ഗതാഗതം ചെയ്യുന്നവരെ എവിടെ നിന്നാണ് ഛേദിച്ചു കളയുന്നത്? ഉത്തരം സേയീർ പർവ്വതത്തിൽ നിന്ന്. 35-7 വാക്യം. അടുത്ത ചോദ്യം, കൃഷി, വിത ഇതൊക്കെ എവിടെയാണ് നടക്കുന്നത്? ഉത്തരം ഇസ്രയേൽ പർവ്വതങ്ങളിൽ. 36:8-9 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, താഴ്വര നിറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഉത്തരം അസ്ഥികൾ കൊണ്ട്. 37-1 വാക്യം. അടുത്ത ചോദ്യം, ഇസ്രയേൽ ദേശത്തിന് വിരോധമായി ആര് വരുന്ന നാളിലാണ് യഹോവയുടെ ക്രോധം മൂക്കിൽ ജ്വലിക്കുന്നത്? ഉത്തരം ഗോഗ്. 38-18 വാക്യം. അടുത്ത ചോദ്യം, യഹോവ മഹാമാരി, രക്തം എന്നിവ കൊണ്ട് ന്യായം വിധിക്കുന്നത് ആരെയാണ്? ഉത്തരം ഗോഗിനെ. 38-3-22 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, ലഹരിയാകുവോളം എന്താണ് കുടിക്കുന്നത്? ഉത്തരം രക്തം. 39:19. അടുത്ത ചോദ്യം, പടിവാതിൽക്കൽ നിന്ന പുരുഷൻ കാഴ്ചയ്ക്ക് എന്തുപോലെയായിരുന്നു? ഉത്തരം താമ്രം പോലെ. 40:3. അടുത്ത ചോദ്യം, എന്താണ് യഹോവയുടെ സന്നിധിയിലെ മേശ? ഉത്തരം യാഗപീഠം. 41-22 വാക്യം. അടുത്ത ചോദ്യം,
എന്തൊക്കെ തമ്മിൽ വേർതിരിപ്പാൻ 500 മുഴം നീളത്തിലും 500 മുഴം വീതിയിലും മതിലുണ്ടായിരുന്നത്? ഉത്തരം വിശുദ്ധമായതും സാമാന്യമായതും. 42-20. അടുത്ത ചോദ്യം, ഇസ്രയേലിലെ ഇടയന്മാർ തിന്നുന്നത് എന്താണ്? ഉത്തരം മേധസ്. 34-2-3 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, സെയീർ പർവ്വതത്തെ പിന്തുടരുന്നത് എന്താണ്? ഉത്തരം രക്തം. 35-3-6 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, ഇസ്രയേൽ പർവ്വതങ്ങൾ ആരുടെ അധരങ്ങളിലാണ് അകപ്പെട്ടത്? ഉത്തരം വായാളികളുടെ. 36-3. അടുത്ത ചോദ്യം, രോഷ്, മേശക്, തൂബൽ എന്നിവയുടെ പ്രഭു ആരാണ്? ഉത്തരം ഗോഗ്. 38-3. അടുത്ത ചോദ്യം, എഫ്രൈമിന്റെ കയ്യിലുള്ളത് ആരുടെ കോലാണ്? ഉത്തരം യോസെഫിന്റെ. 37-19 വാക്യം. അടുത്ത ചോദ്യം, ഇസ്രയേലിന്റെ ദൈവത്തിന്റെ മേധസ്സുകൊണ്ട് എന്താണ് പ്രകാശിച്ചത്? ഉത്തരം ഭൂമി. യെഹെസ്കേൽ പ്രവചനം 43-2. അടുത്ത ചോദ്യം, യാഗപീഠത്തിന്റെ അടുപ്പിൽ നിന്ന് മേലോട്ട് എത്ര കൊമ്പ് ഉണ്ടായിരിക്കണം? ഉത്തരം 4 കൊമ്പ്. യെഹെസ്കേൽ 43-15. അടുത്ത ചോദ്യം, യഹോവയെ വിട്ട് തെറ്റി വിഗ്രഹങ്ങളോട് ചേർന്നവർ ആരാണ്? ഉത്തരം ലേവ്യർ. യെഹെസ്കേൽ പ്രവചനം 44-10 വാക്യം. അടുത്ത ചോദ്യം, തൻ്റെ വീടിന്മേൽ അനുഗ്രഹം വരുത്തേണ്ടതിന് എന്തിൻ്റെ ആദ്യ ഭാഗമാണ് പുരോഹിതന് കൊടുക്കേണ്ടത്? ഉത്തരം തരിമാവിൻ്റെ. യെഹെസ്കേലിന്റെ പ്രവചനം 44-30 വാക്യം. അടുത്ത ചോദ്യം, ഇസ്രയേൽ പ്രഭുക്കന്മാർ അകറ്റേണ്ട 2 കാര്യങ്ങൾ എന്താണ്? ഉത്തരം സാഹസവും കവർച്ചയും. യെഹെസ്കേൽ 45-9. അടുത്ത ചോദ്യം, വൃക്ഷങ്ങളുടെ ഇല എന്തിനാണ് ഉതകുന്നത്? ഉത്തരം ചികിത്സയ്ക്ക്. യെഹെസ്കേലിന്റെ പ്രവചനം 47-12 വാക്യം. അടുത്ത ചോദ്യം, ചെമ്പ്, പിച്ചള, ഓട് എന്നീ ലോഹങ്ങളിൽ പച്ച നിറത്തിലുണ്ടാകുന്ന കറ, ഇതിന്റെ പേര് യെഹെസ്കേൽ 23-32 വരെയുള്ള അധ്യായങ്ങളിൽ ഒന്നിൽ പറഞ്ഞിരിക്കുന്നു. എന്താണത്? ഉത്തരം ക്ലാവ്. യെഹെസ്കേൽ 24-11. അടുത്ത ചോദ്യം, അമരക്കാരൻ, കപ്പിത്താൻ ഈ വാക്കുകൾക്ക് യെഹെസ്കേൽ 23-32 വരെയുള്ള അധ്യായങ്ങളിൽ പറഞ്ഞിരിക്കുന്ന പദം ഏതാണ്? ഉത്തരം മാലുമി. യെഹെസ്കേൽ പ്രവചനം 27-8 വാക്യം. യെഹെസ്കേൽ പ്രവചനത്തിൽ നിന്നുള്ള ഈ ചോദ്യങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ, ദൈവവചന പഠനത്തിൽ ഉതകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറ്റുള്ള പ്രിയപ്പെട്ടവർക്കൊന്ന് ഷെയർ ചെയ്തു കൊടുക്കുവാനും ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു.